നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുവിൻ്റെ കുറേ വിശേഷങ്ങൾ പുറത്ത് വീഡിയോസായിട്ട് വന്നിട്ടുണ്ട്. പല ആൾക്കാരും പുതിയ തെളിവുകളുമായിട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ കരുതി രേണുവിനെ കുറിച്ച് ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യേണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്ന സ്ഥിതിക്ക് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. സുധിയുടെ വിഷയം ഇനി ഇവിടെയും അവസാനിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് രേണുസുതി ബിഗ് ബോസിലേക്ക് എടുത്തിട്ടുണ്ടെന്നും പറയുന്നു, എടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഒരു 70% എന്തായാലും രേണുസുതി ബിഗ് ബോസിൽ കാണാനാണ് ചാൻസ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന വേറൊരാൾ, അതൊരു നെഗറ്റീവ് ഹൈപ്പായാലും ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന വേറൊരാൾ ഇല്ല. അപ്പോൾ ബിഗ് ബോസ് പോലെ ഉള്ള ഒരു പ്രോഗ്രാമിന് അങ്ങനെ ഒരു കണ്ടന്റ് അവർക്ക് ആവശ്യമായതുകൊണ്ട് മിക്കവാറും രേണുസുതി 70% ബിഗ് ബോസിലേക്ക് ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ സുധിയുടെ മകൻ കിച്ചു ഒരു ലൈവിലൊക്കെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിലെ അവനുണ്ടായ കുറച്ച് അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ വീണയ്ക്ക് സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്ന വീണയ്ക്ക് നെഗറ്റീവ് ഉണ്ടാകുന്ന രീതിയിലായിരുന്നു കിച്ചുവിൻ്റെ ഇൻ്റർവ്യൂ. രേണുവിനെ കുറിച്ച് കൂടുതലായൊന്നും അധികമായൊന്നും പറഞ്ഞില്ല. എങ്കിലും എന്തൊക്കെയോ ഒരു വിഷമതകൾ ആ വീട്ടിലുണ്ടായിരുന്നുവെന്നും അവിടെ നിൽക്കാൻ സുധിലയത്തിൽ നിൽക്കാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നും അതുകൊണ്ടാണ് കൊല്ലത്തെ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ കിച്ചു തൻ്റെ വീഡിയോയിൽ പറയുന്നത്. രേണുവിനോടൊപ്പം ഏവിയേഷൻ പഠിച്ച ഒരു കുട്ടിയുടെ വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ ആ കുട്ടി പറയുന്നുണ്ട് രേണു അവരോടൊപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രേണു പറയുന്നത് പോലെ അവരാരും തന്നെ ആ ഒരു ബാച്ചിൽ പഠിച്ച ഒരു കുട്ടികൾക്കും ഇതുവരെയും എയർപോർട്ടിലെങ്ങും ജോലി കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അറിവെന്നും അതിൽ ആ കുട്ടി പറയുന്നുണ്ട്. തന്നെ രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഇതിനു മുമ്പ് സുധി മരിച്ച ഒരു സമയത്ത് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ വന്നായിരുന്നു. അത് ഒരുപാട് കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പാസ്സായ സർട്ടിഫിക്കറ്റുകൾ ആകെ +2 മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് രേണു ഈ ഏവിയേഷൻ്റെ കോഴ്സും പാസ്സായിട്ടില്ല എന്നാണ്. കൂടുതൽ ആൾക്കാരും രേണുവിനെ സുപരിചിതമായത് സുധിയുമായിട്ട് ഫ്ലവേഴ്സിൽ വന്ന ഒരു ഫാമിലി ഇൻട്രോയിലായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പ്രോഗ്രാമിൽ രേണു സുധി പറയുന്നുണ്ട് ഏവിയേഷൻ കഴിഞ്ഞതാണ്, നേഴ്സിങ്ങിന് പോയിട്ടുണ്ട്, പിന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിലും ബാംഗ്ലൂർ എയർപോർട്ടിലും ജോലി ചെയ്യും. ഇപ്പോൾ രേണുവിൻ്റെ സഹപാഠി എന്ന് പറയുന്ന കുട്ടിയെ പറയുന്നത് ബാച്ചിൽ പഠിച്ച ആരും തന്നെ ഒരു എയർപോർട്ടിൽ എങ്ങും ജോലി കിട്ടിയിട്ടില്ല, ഏവിയേഷൻ്റെ ബേസിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. പഠിച്ചു എന്നത് കള്ളമാണ് എന്ന് പറഞ്ഞ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യം. സെക്ഷൻ ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു, ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ്. അവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. അത് വീഡിയോക്കകത്ത് നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഷോപ്പുകളുണ്ട്. അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നുണ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് സത്യമാണ്. അല്ലാതെ ആർക്കും എയർപോർട്ടിൽ പ്ലേസ്മെന്റ് ലഭിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരി ഈ ട്രിവാൻഡ്രം എന്ന് ഉദ്ദേശിക്കുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട്, പിന്നെ എയർ ഇന്ത്യ, ഇതൊക്കെ പുള്ളിക്കാരി ഉദ്ദേശിച്ചതും പുള്ളിക്കാരി എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. ഇതൊക്കെ പുള്ളിക്കാരി ഇത്ര ധൈര്യത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. അതാണ് ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ. ജസ്റ്റ് അത് ഫ്ലൈറ്റിൽ കയറുക, അത് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് മാത്രം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അതുപോലെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി ഇറങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് ചെയ്യാനോ ട്രെയിനിങ്ങിനോ നിന്നിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എന്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അവരെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് വേണ്ടി ഒരു ദിവസം കൊണ്ടുപോയതാണ്. അത് അവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറി ബാംഗ്ലൂർ വരെ ഫ്ലൈറ്റിൽ പോയി അവിടെ ചെന്ന എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നല്ലാതെ അവരൊരു ദിവസം പോലും അവിടെ വർക്ക് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. തിരിച്ച് ബസ്സിലാണ് വീട്ടിലേക്ക് വന്നതെന്നും ഈ കുട്ടി തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഫ്ലവേഴ്സ് പോലെ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് ഒരു കൂസലുമില്ലാതെ ഇത്രയും പച്ചക്കള്ളങ്ങൾ പറയാൻ രേണുവിനൊന്ന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു മോശമായ കാര്യമാണ്. സുധിയുടെ മുൻ ഭാര്യയായ വീണയ്ക്ക് പോസിറ്റീവ് ആകുന്ന രീതിയിലായിരുന്നില്ല കിച്ചുവിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ വീണ അതിനെതിരായിട്ട് ഒരുപാട് തെളിവുകളും ഒരുപാട് കാര്യമുണ്ട്. പല ചാനലുകളിലും വോയിസ് കൊടുത്തിട്ടുണ്ട്. ഫോണുമായിട്ട് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ
വോയിസ് ക്ലിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സുധിയുടെ ക്യാരക്ടർ കൂടി മോശമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വന്ന സമയത്ത് ഇന്റർവ്യൂ വന്ന സമയത്ത് സുധിയെക്കുറിച്ച് കൂടുതൽ പറയാതെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ അവിടെ നിർത്തിയത്. പക്ഷേ കിച്ചുവിൻ്റെ ഈ ഒരു വീണയ്ക്ക് നെഗറ്റീവ് ആവുന്ന തരത്തിലുള്ള സംസാരം വീണയെ കൂടുതൽ ായിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നിർബന്ധിതയാക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ വോയിസ് ക്ലിപ്പുകളും ഒക്കെ വരുന്നുണ്ട്. വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നിമിഷ ബിജോ എന്ന് പറയുന്ന ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരു ലേഡി, അത് സുധിയുടെ ഓർമ്മ ദിവസം അവരുടെ വീട്ടിൽ വന്ന് രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരു ലേഡിയായിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ രേണുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, രേണുവിന് തൻ്റെ ഇളയ മകനെ പോയി നോക്കിക്കോ, ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ നിമിഷ എന്ന് പറയുന്ന ലേഡി ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. സ്വന്തം മക്കളെ നോക്കാൻ പറ്റില്ല എന്ന് ഇങ്ങനെയൊക്കെ ഒരു വരുമാനം വരുമ്പോഴും തൻ്റെ മക്കളെ നോക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറയുമ്പോൾ അവരാ കുട്ടിയെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാണ് അവരൊരു വീഡിയോ ഇട്ടത്. അതിനകത്തും അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ശരികളുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കെതിരെ രേണു ഒരു മാപ്പ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഞാനത് കണ്ടില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നോടൊരു ഫ്രണ്ടും കൂടെ വിളിച്ച് പറഞ്ഞായിരുന്നു. നിമിഷ പറഞ്ഞത് ഞാനത് പറഞ്ഞത് തെറ്റാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? എനിക്കറിയില്ല അത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു. നിമിഷയോടല്ല ക്ഷമ പറയുന്നത്, സമൂഹത്തിൽ എല്ലാവരും, നിമിഷം ഉൾപ്പെടുന്ന. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത്, എന്നോട് ക്ഷമിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ക്ഷമിക്കുക. അത് മറ്റ് ഇന്റർവ്യൂവിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ കുറച്ച് കാമായിട്ടാണ് വന്ന് മാപ്പ് പറയുന്നത്. അതിന് ബിഗ് ബോസിലേക്ക് പോകാൻ PR ടീമിന്റെ നിർദ്ദേശപ്രകാരം ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാക്കിയിട്ട് പോകാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് പറഞ്ഞതാണെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് കാമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിൽ, ഈ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ആദ്യമേ സംസാരിച്ചിരുന്നെങ്കിൽ രേണുവിന് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ സുധി മരിച്ചെന്നും പറഞ്ഞിട്ട് രേണു അവിടെ വിധവയായിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കാനോ ഒന്നും ആരും പറയുന്നില്ല. രേണുവിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് രേണുവിന്റെ മക്കളെ നോക്കാം, അതിനൊന്നും ആരും. ഏതായാലും സുധിയുടെ പേരിൽ, സുധി മരിച്ചു എന്നതിന്റെ പേരിൽ ഒരു സിമ്പതി പറ്റി മുകളിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ആ സിമ്പതിയുടെ ബേസിൽ ആളുകൾ വിലയിരുത്തും. രേണുവിന്റെ ഈ ക്യാരക്ടർ പബ്ലിക്കിന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് രേണുവിന് ഇത്രയും നെഗറ്റീവുകൾ വന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.